നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സിദ്ധരാമയ്യയും ജന്തർ മന്ദറിലേക്ക്. മോദി സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിന് പിന്നാലെ ഡൽഹിയിലെത്തി പ്രതിഷേധിക്കാൻ കർണാടകവും. പിണറായിയും സംഘവും ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ സമരം ചെയ്യാൻ നേരത്തെ തീരുമാനിക്കുകയും BJP ഇതര സംസ്ഥാനങ്ങളെ സമരം ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ സമരത്തെ ഇകഴ്ത്തിക്കാട്ടാൻ കേരളത്തിൽ VD സതീശനും കൂട്ടരും സകല വഴികളും നോക്കുന്നുമുണ്ടായിരുന്നു. ഡൽഹിയിൽ സമരമല്ല സമ്മേളനമാണ് നടക്കുന്നത് എന്നാണ് അന്ന് സതീശനൊക്കെ ഉയർത്തിയ വിമർശനം. ഡൽഹിയിൽ വിമാനക്കൂലി ചിലവാക്കി ജന്തർ മന്ദറിൽ പോയി സമരം വിളിച്ചതുകൊണ്ട് എന്ത് ഫലം? ഇതൊക്കെയാണ് അന്ന് ചോദിച്ചത്. ഇപ്പോൾ സാക്ഷാൽ സിദ്ധരാമയ്യ തന്നെ പിണറായിയുടെ പിന്നാലെ ഡൽഹിയിൽ 7-ാം തീയതി സമരം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കരണത്തേറ്റ അടിയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ BJP മനസ്സിന് മാറ്റം വരുമോ? മോദിയെ വേദനിപ്പിക്കാൻ ഒരു തരിമ്പ് പോലും മുതിരാത്തവർ കർണാടകയിലെ കോൺഗ്രസിനെ കണ്ട് പാഠം പഠിക്കുമോ? BJP ഇതര സർക്കാരുകളോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ കർണാടകവും ഡൽഹിക്ക് വിമാനം കയറുമ്പോൾ സതീശന് പഠിക്കാൻ ബാംഗ്ലൂർ ഡേയ്സ് എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ N ശ്രീകുമാർ, താങ്കളിലേക്ക് തന്നെ വരുന്നു. പിണറായി വിജയന് പിന്നാലെ ഇപ്പോൾ സിദ്ധരാമയ്യയും സമരത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി പോകുന്ന വിമാനക്കൂലി പോലും നഷ്ടമാണ്. ഈ ജന്തർ മന്ദറിൽ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് എന്താണ് കാര്യം? കേന്ദ്ര അവഗണന ഒരു കാര്യം മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എന്തു പറയും എന്നാണ് അറിയേണ്ടത്. ഈ K സുധാകരനും സതീശനുമൊക്കെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു തിരിച്ചടിയായിട്ടുണ്ടോ? ഡോക്ടർ ലാൽ, ഞാൻ ആദ്യം നിങ്ങളുടെ അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. എന്തെങ്കിലും ആട്ടെ, അത് ലാലിൻ്റെ ഒരു സൂത്രമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, കുഴപ്പമില്ല. ജന്തർ മന്ദറിലേക്ക് സമരത്തിന് കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് സുഹൃത്തുക്കളൊക്കെ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ കാലിയായ ഖജനാവിന് കൂടുതൽ നഷ്ടം വരുത്തും എന്ന് ഒരിക്കൽ ഈ ചർച്ചയിൽ, ഈ വേദിയിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. കർണാടകയിൽ നിന്ന് മാത്രമല്ല, 2-3 ദിവസം മുമ്പ് ആന്ധ്രയിൽ നിന്നും അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിള ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൽ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു എന്നുകൂടി പരിശോധിച്ചിട്ട് വേണം ഇത് സതീശന്റെ കരണത്തേറ്റ അടിയാണെന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. കോൺഗ്രസിന്റെ തീരുമാനമാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുക എന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിച്ചു പോകണ്ടെന്ന്. കാരണം 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ആദ്യം, കർണാടക ഗവൺമെന്റ് അവർ അധികാരത്തിലേറുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. അതിൽ 5 ഉറപ്പിൽ 4 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് അവർ ഡൽഹിക്ക് പോകുന്നത്. നടപ്പാവാനുള്ളത് ഒരു വിദ്യാർത്ഥികൾക്ക്, അതായത് ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കുമുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം വെച്ച് ബാക്കി 4 കാര്യങ്ങൾ അവർ നടപ്പാക്കിയിട്ടാണ് പോകുന്നത്. അത് ഞാൻ പിന്നീട് വിശദമാക്കാം. കേരള ഗവൺമെന്റ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് 2 ഉത്തരവാദികളുണ്ട്. ഒന്ന് കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. 2 കേന്ദ്ര ഗവൺമെന്റ്, NDAയുടെ നേതൃത്വത്തിലുള്ള BJP പ്രധാനമന്ത്രിയുടെ ഗവൺമെന്റ്. ഈ 2 ഗവൺമെന്റും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദികളാണ്. അതിൽ ഒരു ഉത്തരവാദിയുടെ കൂടെ സമരം ചെയ്യേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലെന്ന് KPCC തീരുമാനിച്ചു. ആ ഉത്തരവാദി കേരളത്തിലെ CPM നേതൃത്വത്തിലുള്ളവരാണ്. അവരാദ്യം ഇവിടുത്തെ കാര്യം, ഇവിടെ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ N ശ്രീകുമാർ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം കേന്ദ്രത്തിനെതിരെയാണ്.
ഇപ്പോൾ അടുത്ത് മാത്രം അധികാരത്തിലേറിയ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ലക്ഷ്യവും കേന്ദ്ര സർക്കാരാണ്. അവർക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. താങ്കൾ ഈ പറഞ്ഞതുപോലെ അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്. കേരളം ഭരിക്കുന്ന 8 വർഷം പൂർത്തിയായ പിണറായി സർക്കാരിനെ ഇത് രണ്ടും തമ്മിൽ താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നുള്ളത് താങ്കൾ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം എന്താണ്, രണ്ട് കൂട്ടരും കേരളത്തിലെ മുഖ്യമന്ത്രിയും കർണാടകത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സാധിക്കാതെ പോയോ? ആ രാഷ്ട്രീയം മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്? അതോ മനസ്സിലാകാത്തതാണോ? അതോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം അത് തന്നെയാണോ എന്നതാണ് ചോദ്യം. ഡോക്ടർ ലാലെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. കേരളത്തിലെ ഇവിടുത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നാണ് ആരോപണം, പ്രതിപക്ഷ ആരോപണം. സാമാന്യ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ ഗഡുവാണ് ഇപ്പൊ കിട്ടാനുള്ള. 5 മാസമായിട്ട് മുടങ്ങിക്കെടുക്കുകയാണ് ക്ഷേമ പെൻഷൻ. അതുമാത്രമല്ല, ഇവിടുത്തെ ചില സ്ഥാപനങ്ങളിലെ ശമ്പള കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക, തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം, ഒരുപാട് വിഷയങ്ങൾ. അതെ, ഈ വിഷയങ്ങളൊക്കെ കർണാടകത്തിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ ഭാവിയിൽ കർണാടകത്തിൽ കേരളത്തെക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതിയാണ് അവർ ഇപ്പോൾ ഡൽഹിക്ക് പോകുന്നത്. അല്ലാതെ അവിടെ ഇതെല്ലാം വന്നിട്ട് പോകാമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ കേരളത്തിലുണ്ട്. ഇനി കർണാടകത്തിൽ അത് വരുന്ന കാലത്ത് നോക്കാം, ഇപ്പോൾ അതില്ല. അതുകൊണ്ട് കേരളത്തെയാണ് കുറ്റം പറയേണ്ടത്, സംസ്ഥാനങ്ങളുടെയാണ് പ്രശ്നം എന്നൊരു വാദമുണ്ടോ? ഇല്ലില്ല. കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ്, ധൂർത്തിന്റെ ഗവൺമെന്റ്. അവിടെ വാഗ്ദാനങ്ങൾ 5ൽ 4 പാലിച്ച ഗവൺമെന്റ്. അത് തമ്മിലുള്ള താരതമ്യം ഞാൻ അടുത്ത ഇതിൽ പറയാം. അതിപ്പോ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഡൽഹിക്ക് പോകുന്നത്? അവർ എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത്? എല്ലാം തികഞ്ഞു നിൽക്കുകയാണ്. 5ൽ 4 പൂർത്തിയാക്കി അവർക്ക് പ്രതിസന്ധി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ അവർ ഡൽഹിക്ക് പോകേണ്ട ആവശ്യം എന്താണ്? ഡോക്ടർ ലാലെ, ഈ സാമ്പത്തികമായിട്ട് അവരെ കേന്ദ്ര ഗവൺമെന്റ് ബുദ്ധിമുട്ടിക്കുന്നത് കേരള ഗവൺമെന്റിനേക്കാളുണ്ട്. കാരണം കർണാടകത്തിൽ BJP കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാണ്, കേരളത്തിലല്ല. കർണാടകത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ BJP അവിടുത്തെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട്, അവർക്കാവശ്യമുള്ള സഹായം കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടും അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള സാഹചര്യം ഒരുക്കാത്തത് കൊണ്ടുമാണ് കർണാടക ഗവൺമെന്റിന്റെ പ്രതിനിധികളെ 7-ാം തീയതി ഡൽഹിക്ക് പോകുന്നത്. ഇതേ വാദം തന്നെ CPM-നും ഉണ്ടല്ലോ. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പാർട്ടി ഇവിടെ ഭരിക്കുന്ന CPM ആണ്. BJP-യുടെ വലിയ ശത്രു തന്നെയാണ് ഇവിടെ CPM. BJP-യെ, സംഘപരിവാറിനെ നേരിടാൻ CPM എടുക്കുന്ന ഒരു നയത്തെയും അവർക്ക് പിന്തുണയ്ക്കാനാകില്ല. അതുകൊണ്ട് ഇവിടെ കേരളത്തെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് കർണാടകത്തെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഇവിടെയും കാണണ്ടേ അപ്പോൾ കോൺഗ്രസും? തീർച്ചയായിട്ടും CPM BJP വിരുദ്ധ പാർട്ടിയാണ്, സംശയമില്ല. വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന പാർട്ടിയാണ് CPM. പക്ഷേ കേരളത്തില് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ, സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ മൂലം സംഭവിച്ച ദുരിതം, ആ ദുരിതവും കർണാടക ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചതും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ദൂരത്തിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നതെങ്കിൽ, പണം ചിലവാക്കിയതിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നതെങ്കിൽ, അധികാരത്തിലേറി ദിവസങ്ങളാകുന്നതിന് മുമ്പ് വലിയ വില കൂടിയ കാറുകൾ വാങ്ങി വലിയ ചരിത്രം സൃഷ്ടിച്ച കർണാടക സർക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ലാലെ, സിദ്ധരാമയ്യയെ കുറിച്ച് അറിയാതാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ആട്ടിടയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ സിദ്ധരാമയ്യയുടെ പേരിൽ ഒരഴിമതി പോലുമില്ല, ഒരഴിമതി ആരോപണം പോലുമില്ല. മനസ്സിലാക്കൂ നിങ്ങളത്. അതാണ് കർണാടക മുഖ്യമന്ത്രി. അവിടുത്തെ കോൺഗ്രസിന്റെ ആർജവും ഗവൺമെന്റ് BJP വിരുദ്ധ സമരത്തിലൂടെ അവർ ആർജിച്ച ശക്തിയുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്. അത് താങ്കൾ മനസ്സിലാക്കണം. സിദ്ധരാമയ്യയുടെ ഇമേജ് വെച്ചുകൊണ്ട് ബാക്കി എല്ലാവരുടെയും പുറത്ത് വെള്ളപൂശാൻ താങ്കൾക്കാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളം
ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കാതിരുന്നത് എന്നതിൻ്റെ ഉത്തരം ഇപ്പോൾ സിദ്ധരാമയ്യ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉള്ള വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുകയാണോ അതോ കൂടുതൽ വികൃതമാകുകയാണോ അവരുടെ വിശദീകരണം? എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? മിസ്റ്റർ ലാൽ, കൂടുതൽ വികൃതമാകുകയാണ് എന്ന് ഏറ്റവും സാധാരണക്കാർക്ക് വരെ, കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാവും. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അത് പല രൂപത്തിലാണ്. ഒന്ന്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അതിന് ഓരോ ദിവസവും ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ജാർഖണ്ഡിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് 5ാമത് സമൻസ് അയച്ചിരിക്കുന്നു. കേരളത്തിൽ ശ്രീ തോമസ് ഐസക്കിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പഞ്ചാബിലെ ഗവർണർ ഇന്ന് രാജിവെച്ച് പോയത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ ഫെഡറലിസത്തെ തകർക്കാൻ മൂന്നാമതായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഫെഡറലിസം തകർക്കുക എന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് നിയമപരമായി കൊടുക്കേണ്ട ആ വിഹിതം കൊടുക്കാതെ പല രൂപത്തിൽ ഉപരോധം നടത്തി ആ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പല അവകാശങ്ങളും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റും, കൺകറന്റ് ലിസ്റ്റിലുള്ളവ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റും. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഉള്ള അധികാരങ്ങൾ കവർന്നെടുക്കുമ്പോൾ എന്ത് കാരണത്താൽ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ലാത്ത സാഹചര്യമാണ്. കുറച്ചു നാളായി ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടുമുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് നികുതി അല്ലെങ്കിൽ വരുമാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 2 മാർഗത്തിലാണ്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ നികുതി പിരിവ്. രണ്ടാമത്, ഫെഡറലിസത്തിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡ്. ആ കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചുകൊണ്ടുപോകുന്ന പണത്തിൻ്റെ ആ നിശ്ചിത ശതമാനമാണ് തരേണ്ടത്. എന്നാൽ ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചതും കാലാകാലമായി കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം ഒരു കാരണവുമില്ലാതെ വെട്ടിക്കുറച്ച് വരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് നികുതി പിരിവ് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ 2022-23 കാലത്തും 23-24 കാലത്തിലുമെല്ലാം നികുതി പിരിവ് മുന്നോട്ട് പോയി. നമുക്കറിയാം, 23.5% വർധനവാണ് നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. GST കളക്ട് ചെയ്യുന്ന കാര്യത്തിലുമെല്ലാം വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ദിവസ വരുമാനമെല്ലാം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ ആദ്യ 5 സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ കേരളം ഉൾപ്പെടുകയാണ്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അന്യാധീനമായി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി വലിയ സാമ്പത്തിക ഞെരുക്കം കേരളം അനുഭവിക്കുകയാണ്. നികുതി പിരിവിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കൃത്യമായി കിട്ടേണ്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും കേന്ദ്രത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തുവാനും പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെയും എല്ലാം വിളിച്ചൊരു യോഗം ചേരുകയും ഇവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഡൽഹിയിൽ പോയി അതിശക്തമായിട്ടുള്ള സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടവും നടത്തണം എന്ന ആലോചനാ യോഗം നടത്തിയത്. ആ ആലോചനാ യോഗത്തിൽ പറഞ്ഞത് ഏറ്റവും പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ജെനുവിനാണ്, ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് മറുപടി പറയാം എന്നതാണ് പ്രതിപക്ഷം മറുപടി പറഞ്ഞത്. എന്നാൽ ആഴ്ചകൾക്ക് ശേഷം CPM-നോട് യോജിച്ചുകൊണ്ടൊരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നതാണ് പറഞ്ഞത്. അന്നും CPM പറഞ്ഞിരുന്നു, ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല, പല സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കറിയാം, ബംഗാളിൽ തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1-2 തീയതികളിൽ വലിയ സമരം അവിടെ നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കേന്ദ്രവിഹിതം തരാത്തതിൻ്റെ ഭാഗമായി അവിടെ 21 ലക്ഷം തൊഴിലാളികളാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവരണം. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യവും പൊതുവായി യോജിക്കാൻ കഴിയുന്ന എല്ലാ പ്രശ്നങ്ങളിലും കൂടി യോജിച്ച് മുന്നോട്ട് പോകണം. അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിൽ നല്ല കൂട്ടായ്മയോടെ ഈ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെല്ലാം ഒറ്റ മനസ്സോടെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി അണിനിരക്കണമെന്ന് തന്നെയാണ് 1ാമത്തെ യോഗം പാട്നയിൽ നടക്കുമ്പോഴും അത് മുംബൈയിൽ നടക്കുമ്പോഴും ബാംഗ്ലൂരിൽ നടക്കുമ്പോഴും എല്ലാം നമ്മൾ തീരുമാനിച്ചത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. നമുക്കറിയാം, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നയം തീരുമാനിക്കുമ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് മറ്റൊരു നയമാണ്. വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ആ നിലപാട് തന്നെയാണ് ഗവർണറുടെ കാര്യത്തിലും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചത്. അത് തന്നെയാണ് കേരളത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടിയാലോചിച്ച് ഉജ്ജ്വലമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഡൽഹിയിൽ
പോയിട്ടുള്ള നാടകമാണ്, അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ കൊടുത്താൽ കർണാടകത്തിലും കിട്ടുമെന്ന് അദ്ദേഹം എഴുതിയതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വച്ച അതേ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി ഫെബ്രുവരി മാസം 7-ാം തീയതി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, ഉപമുഖ്യമന്ത്രിയുണ്ട്, MLA-മാരുണ്ട്, MLC-മാരുണ്ട്, മറ്റെല്ലാ മന്ത്രിമാരുമുണ്ട്. അവർ ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യം കഴിഞ്ഞ വർഷം കർണാടകത്തിന്റെ ഗവൺമെന്റിന് കിട്ടിയതിനേക്കാൾ ഈ വർഷമായപ്പോഴേക്കും 64,000 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുന്നു എന്നതാണ്. കേരളം മുന്നോട്ട് വച്ചത് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്നും ഈ വർഷം എത്തിയപ്പോഴേക്കും 57,400 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിൽ ഉള്ള കുറവ് അത് ഒന്ന് 66,000 കോടി, കേരളത്തിന്റെ 57,400 കോടി. അത് വിവിധ ഹെഡുകളിൽ തന്നെയാണ്. ഈ മുദ്രാവാക്യം വച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം, ഇവിടെ കോൺഗ്രസ് സഹകരിക്കാതെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഓർത്ത് ലജ്ജിക്കുന്ന കാലഘട്ടം എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നല്ലോ കേരളയിൽ അടക്കമുള്ള 13 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കർണാടകത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരം ഇരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്ത് തന്നെയാണല്ലോ CPM അവിടെ വളരെ കുറച്ചാണെങ്കിലും അവിടെ കർണാടകത്തിൽ ചില ഭാഗത്ത് ഉണ്ട് താനും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള കർണാടക കോൺഗ്രസിനോടുള്ള നിലപാട് എന്തായിരിക്കും? ഈ സമരം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു ഗവൺമെന്റോ ഏതെങ്കിലും ഒരു പാർട്ടിയോ മാത്രം നടത്തേണ്ട സമരമല്ല. കൂട്ടിയോജിച്ച് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPM. ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, ഡൽഹി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടക കക്ഷികളുടെ പാർട്ടി നേതാക്കന്മാരെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും നടക്കുന്ന സമരത്തെ CPM പൂർണ്ണമായി പിന്താങ്ങും. ഇത് കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള സമരമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട N. ശ്രീകുമാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കർണാടകത്തിലെ കോൺഗ്രസ് ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കി, 5-ൽ 4 നടപ്പാക്കി, എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അതൊക്കെ വികടമായിട്ടുള്ള വാദമാണ്. ഒറ്റ മനസ്സോടെ ഒത്തൊരുമയോടെ ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തേണ്ട സമയമാണിപ്പോൾ. ആ സമയത്ത് വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് ജനം തിരിച്ചറിയും. അർഹിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണ അവജ്ഞയോടെ ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കും, അതിൽ സംശയമില്ല. ശരി, ഡോക്ടർ KP പ്രേംകുമാർ, ഇപ്പോൾ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു സംസ്ഥാനം മാത്രം ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിൽ ഇരുന്ന് സമരം ചെയ്തത് കൊണ്ടുണ്ടാകുന്ന അതുപോലെ അല്ല ഒരുപക്ഷെ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവിടെ പോയി സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുക, പല പാർട്ടികൾ അതിനെ പിന്തുണയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കിയുള്ള ഒരു സമര രീതി തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ കേരളവും കർണാടകവും ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. CPM കർണാടകത്തോട് കാണിച്ചിരിക്കുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതുപോലെ ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ VD സതീശനൊക്കെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കളുടെ മുമ്പിൽ ഉണ്ടല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സന്ദേശമാണ് സിദ്ധരാമയ്യയും കൂട്ടരും നൽകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിന്റെ പേര് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് സുധാകരൻ എന്നുള്ള S എന്നോ VD സതീശ് എന്നുള്ള VD എന്നെങ്ങാണ്ട് പേര് മാറ്റേണ്ട സമയം എപ്പോഴോ ആയി. എന്നുവെച്ചാൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്നതാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ ചിലപ്പോൾ വൈകിട്ടാണെങ്കിലും ചിലപ്പോൾ സമയത്താണെങ്കിലും ഒരു നിലപാടുണ്ടാവും. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേറൊരു നിലപാടാണ് ഉണ്ടാവുക. അത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇപ്പം ED CBI പോലുള്ള ഏജൻസികളെ എങ്ങനെയാണ് BJP സർക്കാർ NDA സർക്കാർ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വളരെ കൃത്യമായ നിലപാടുണ്ട്. അവർ വളരെ വിശദമായിട്ട് ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അന്ന് VD സതീശൻ അല്ല പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ED-യെയും CBI-യെയും വാനോളം പുകഴ്ത്തുകയായിരുന്നു. കാരണം ഇവരുടെ വിചാരം ED-യും CBI-യും വന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. യുവതീ പ്രവേശനം, അതായത് ക്ഷേത്രങ്ങളിൽ എന്താ പറയുക ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടിനെ പറ്റിയിട്ട് AICC-യുടെ നിലപാട് ഒന്നായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് വേറൊന്നായിരുന്നു. അന്നായിരുന്നു രമേശ് ചെന്നിത്തലയോ സുധാകരനോണെന്ന് അറിയില്ല, രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കാര്യം നോക്കിയാൽ മതി, കേരളത്തിലെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്.
അതുകൊണ്ട് അവരിവിടുത്തെ എന്താ പറയാ അവരുടെ കഴിഞ്ഞുകൂടി പോക്കുണ്ടല്ലോ, നിത്യനിദാന ചെലവുകൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിനേക്കാൾ കൂടുതൽ രാജ്യത്ത് നടക്കുന്ന നീതി ആയോഗ് പോലെയുള്ള ഔദ്യോഗികമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തുന്ന സകല പഠനങ്ങളിലും ഒരു വിധപ്പെട്ട എല്ലാ മേഖലകളിലും, അതായത് സുസ്ഥിരമായിട്ടുള്ള സമൂഹത്തിന്റെ സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ എല്ലാ ഇൻഡെക്സിലും ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന സൊസൈറ്റിയാണ്, സംസ്ഥാനമാണ് കേരളം. പല കാര്യങ്ങളിലും അത് കർണാടകയേക്കാൾ എത്രയോ മുകളിലാണ്. കേരളത്തിനേക്കാൾ എത്രയോ 4-5 മടങ്ങ് വിഭവശേഷിയുള്ള സംസ്ഥാനമാണ് കർണാടക. എൻ ശ്രീകുമാറിന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഓർക്കാൻ പറ്റുമെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയില് ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സിന്റെ എണ്ണം, അതായത് കക്കൂസ് ഉള്ള വീടുകളുടെ എണ്ണം ദേശീയ ശരാശരി എന്ന് പറയുന്നത് 40%. 100 വീടുകൾ ഉണ്ടാകുമ്പോൾ 40 വീടുകളിലാണ് കക്കൂസ് ഉള്ളത്. അത് ദേശീയ ശരാശരിയാണ്. കർണാടകയിൽ അത് 35 കേരളത്തിൽ അത് 95 ഒരു ചെറിയ കാര്യമാണ്. അല്ലെങ്കിൽ നോക്കൂ, കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് PSC വഴി സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 6 മാസം കൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസക്കാലത്ത് കേരളത്തിൽ 15,146 പേരെ PSC വഴി നിയമിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കേരളത്തിന് 3 ഇരട്ടി വലിപ്പമുള്ള കർണാടകത്തിൽ 1,494 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ PSC വഴി ആളുകളെ എടുക്കുക എന്നുള്ളത് കക്കൂസിന്റെ എണ്ണമാവട്ടെ, പ്രൈമറി സ്കൂൾ തലത്തിലുള്ള സംഗതികളാവട്ടെ, ഇനി അത് വിട്ടിട്ട് IT എക്സ്പോർട്ട് എടുത്തോളൂ നിങ്ങൾ. IT എക്സ്പോർട്ട്, നമ്മുടെ ധാരണ എന്താ പറയുക, ബാംഗ്ലൂരാണ് ഭയങ്കര IT ഹബ് എന്നാണല്ലോ. ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിന് IT മേഖലയിൽ IT എക്സ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവ് 150% കൂടുതലാണ്. 150% കൂടുതലാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസിൽ ഒന്നായിട്ട് പല ഏജൻസികളും പല തവണയായി കേരളത്തെ തെരഞ്ഞെടുക്കുന്നു. ഒരു തവണ 3 മാസം മുമ്പ് നിർമ്മല സീതാരാമൻ പോലും പറഞ്ഞു, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കലും കേരളം എന്നുള്ളത് സോമാലിയാണെന്നും ഇന്ത്യയിൽ മനുഷ്യന് വൃത്തിയോടെ ജീവിക്കാൻ പറ്റാത്ത ഇടമാണെന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്ന ഒരേ ഒരു സംഘടനയെ ഇന്ത്യയിലുള്ളൂ, ഒരേ ഒരു പ്രസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ, ഒരേ ഒരു ചിന്താധാരയെ ഇന്ത്യയിലുള്ളൂ. അത് സംഘപരിവാറിൻ്റെതാണ്. ആ ചിന്തയോടൊത്ത്, ആ പ്രചരണത്തിനോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് കെ സുധാകരനാണോ കെ സുരേന്ദ്രനാണോ KPCC പ്രസിഡന്റ് എന്ന്, അല്ലെങ്കിൽ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആണോ കേരള BJPയുടെ പ്രസിഡന്റ് ആണോ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ അടിച്ചു പോകുന്നത്. ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ തകിടം മറിക്കുക, അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കുക എന്നുള്ള നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിനേക്കാൾ മുമ്പേ പഞ്ചാബും തമിഴ്നാടും ഒക്കെയാണ്. ഈ കാര്യത്തിൽ AICCക്ക് കൃത്യമായ നിലപാടുണ്ട്. BJP സർക്കാർ ഗവർണർമാരെ, സംഘപരിവാർ നോമിനികളായ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്നു എന്നുള്ളത്. KC വേണുഗോപാലിന്റെ നിലപാട് അതായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഒരു യോഗ്യതയുമില്ലാത്ത സംഘപരിവാർ നോമിനികളെ എന്താ പറയാ നോമിനേറ്റ് ചെയ്ത സമയത്ത് അന്ന് കേരളത്തിന്റെ കോൺഗ്രസ്സുകാരെടുത്ത നിലപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. KSU ഒരു എന്താ പറയാ ഒരു ചെറിയ പ്രതിഷേധം പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊക്കെ ഭയങ്കര സർപ്രൈസ് ആയി. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഗവർണർ പോകുന്ന വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു SFIയുടെ പ്രവർത്തകർ. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്കെതിരെ കേരളത്തിൽ CPM ഭരിക്കുന്ന കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ അവർക്കെതിരെ 124 ഇട്ട് കേസ് ചാർജ് ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാർ കേരളം മുഴുവൻ, KSUക്കാർ കോൺഗ്രസ് പ്രൊഫൈലുകൾ ഇത് ആഘോഷിക്കുകയായിരുന്നു. അവർ പറയണെന്താണെന്നറിയോ, പഠിക്കേണ്ടുന്ന ജോലി കിട്ടേണ്ടുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരുടെ ഭാവി നശിപ്പിക്കുന്ന SFI പോലുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന്. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MP ആണ്. അദ്ദേഹം ലോക്സഭയിൽ ആകപ്പാടെ സംസാരിച്ചിട്ടുള്ള 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സിൽവർ ലൈൻ കേരളത്തിൽ വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് SFIയെ നിരോധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഒരു വികസനവും നടക്കരുത്, കേരളം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഇടമാവണം എന്ന് ആശിക്കുന്ന സംഘപരിവാറിന്റെ ഒപ്പം നിന്നുകൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികളെ തകിടം മറിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉപരോധത്തിനെതിരെ, സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ അവർ പങ്കെടുക്കില്ല. അവർക്ക് അത് ഏത് തരത്തിൽ വേണമെങ്കിലും അവരതിനെ പൊളിക്കാനാണ് ശ്രമിക്കുക. ശ്രീകുമാർ എത്ര കൂളായിട്ട് അവിടുന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയാൽ നിലവിലുള്ള ഖജനാവിൽ നിന്ന് ബാക്കി കാശ് കൂടെ പോകുന്നുള്ളത്. ഇവർക്ക് ഓരോ സമയം വരുമ്പോഴും
എന്താണോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക. അത് എങ്ങനെ സംഘപരിവാറിന്റെയും NDAയുടെയും സർക്കാരിന് എതിരാവാതെ എന്ന് അവർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. ഇടതുപക്ഷ സർക്കാരിനെതിരെ, അത് ജനങ്ങളുടെ സർക്കാരാണെങ്കിൽ പോലും അതിനെങ്ങനെ എതിരാവണം എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സംഘി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന സാധനങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പൊതുയോഗങ്ങളിലും അല്ലാത്തിടങ്ങളിലും ചർച്ചകളിലൊക്കെ പറയുകയും ചെയ്യും. ഇവർ തമ്മിൽ അന്തരമില്ലാതാവുകയാണ്. പക്ഷേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അങ്ങനെ ആവില്ല, അങ്ങനെ ആവാൻ പാടില്ല. നേരത്തെ രാജീവ് സർദേശായാണ് പറഞ്ഞത് കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ഇന്ത്യ കോപ്പി ചെയ്യും എന്നുള്ളത്. ഡൽഹിയിൽ ചെന്ന് പ്രത്യക്ഷ രാഷ്ട്രീയ സമരം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ്, CPIM ആണ്. അതിന്റെ പിന്നാലെയല്ല കർണാടകം വരുന്നത്, മുന്നാലെയാണ്. കാരണം 8-ാം തീയതിയാണ് കേരളത്തിന്റെ സമരം, 7-ാം തീയതിയാണ് കർണാടകയുടെ സമരം വരുന്നത്. VD സതീശനും K സുധാകരനും എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിലപാടുണ്ടെങ്കിലേ നിലപാടെടുക്കേണ്ട പ്രശ്നമുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവർക്ക് ആ സമയത്ത് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ പറയും. ജനങ്ങളിൽ നിന്ന് രണ്ട് തരത്തിലും കോൺഗ്രസ്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സംഘബലം കുറയുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അവർക്ക് നിലപാട് എന്നുള്ളതൊന്ന് ഇല്ലാതായി പോവുക എന്നുള്ളതാണ്. ഈ രണ്ടർത്ഥത്തിലും എല്ലാ ചർച്ചയിലും പറയുന്ന പോലെ കേരളത്തിൽ എന്താ പറയാ ഒരു പ്രോപ്പറായി നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം പോലും ആവാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ഇത് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കൃത്യമായ കണക്കുകൾ വെച്ചാണ് LDF സംസാരിക്കുന്നത്, സർക്കാർ സംസാരിക്കുന്നത്. കണക്കുകൾ വെച്ച് തന്നെയാണ് കർണാടകയും ഈ കേന്ദ്ര അവഗണന എന്നുള്ള യാഥാർത്ഥ്യത്തിനെതിരെ പ്രതികരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെയാണ് പറയുക. ക്ലിഫ് ഹൗസിന്റെ മതിലിന് പെയിന്റ് അടിച്ചില്ലേ, പശുവിന് എന്താ പറയുക ആല ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഉള്ള പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പ്രോമിസ്, ഒറ്റ കാര്യം കൂടെ, പ്രോമിസ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നുള്ളത് കൃത്യമായി ഫോളോ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റ് ആയിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്, ഞങ്ങൾ ചെയ്തത് ഇന്നത്, ചെയ്യാൻ ബാക്കിയുള്ള 4 കാര്യങ്ങൾ. രണ്ടാമത്തെ തവണ അതുപോലെ മറ്റൊരു പ്രകടന പത്രിക കൊണ്ടുവരികയും ഓരോ മാസവും ഓരോ വർഷവും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സർക്കാർ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിലാണ്. അപ്പോഴാണ് പറയുന്നത് 6 മാസം കൊണ്ട് പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നില്ല. ഏറ്റവും പോപ്പുലിസ്റ്റായ 4 കാര്യങ്ങളാണ്. ബസ്സിന്റെ ചാർജ് കുറയ്ക്കും, പാലിന്റെ വില കുറയ്ക്കുന്നുള്ള പോലുള്ള കാര്യങ്ങളാണ്. അതല്ല ഒരിക്കലും ഒരു സമൂഹത്തിന്റെ പുരോഗതിയോ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെയോ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ശരി, N. ശ്രീകുമാർ, എന്താണ് സിദ്ധരാമയ്യ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട്, VD സതീശനോടും K സുധാകരനോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ കാലഘട്ടത്തിന് പറ്റിയ രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേണ്ടത് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ രീതിയിൽ കേരളമൊക്കെ പേടിക്കുന്ന ഭയാനകമായ ഒരു അന്തരീക്ഷമുണ്ടല്ലോ. രാജ്യത്തെ ഭരണഘടന പോലും ഭീഷണിയിൽ പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഫെഡറലിസത്തെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമുക്ക് ഈ ഇന്ത്യയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അതിനുവേണ്ടി നിൽക്കുന്നവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളിടത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു റോളുമില്ല അവർക്ക് ചെയ്യാൻ. അവർക്ക് മിണ്ടാതിരിക്കാം. അവർ ചെയ്യേണ്ടത് ഈ സമരത്തെ പിന്നോട്ട് വലിക്കലല്ല എന്നെങ്കിലും മിനിമം മനസ്സിലാക്കണ്ടേ എന്നുള്ളതല്ലേ സിദ്ധരാമയ്യ പറയുന്നത്? അപ്പോൾ ഡോക്ടർ ലാലെ, കർണാടക ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ ഈ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ബസ്സിലെ സൗജന്യ യാത്ര പോലെ അല്ല. അവരെ BPL കുടുംബത്തിൽ അന്നഭാഗ്യ എന്ന് ഒരു പദ്ധതി, ഒരു വീട്ടില് 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് 10 കിലോ അരി വെച്ചിട്ട് അങ്ങനെയാണ് അവരുടെ ഒരു കണക്ക്. പിന്നെ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം. നമുക്ക് കർണാടകത്തിലെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളോ അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളോ അല്ല നമ്മുടെ യഥാർത്ഥ ചർച്ച. അതങ്ങ് ദയവായി മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. അങ്ങ് അതിൽ നിന്ന് ദയവായി ഇത് വ്യതിചലിച്ച് കൊണ്ടുപോകരുത് ഈ ചർച്ചയെ. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട സമയത്ത് കർണാടകം അത് ചെയ്യുന്നു. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കൈയടിക്കാം. ഈ സമരവും അങ്ങനെ കൈയടിക്കേണ്ടത് തന്നെയാണ്. അതുവഴി കേരളത്തിൽ അതിനെതിരെ നിൽക്കുന്നവർക്കുള്ള മറുപടിയാണ് സിദ്ധരാമയ്യ കൊടുക്കുന്നത് എന്നത് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് അറിയേണ്ടത്. 5 പദ്ധതികൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് ശ്രീ പ്രേംകുമാർ പറഞ്ഞതുകൊണ്ട് അത് തുടക്കമിട്ടതാണ്. അത് കേൾക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല. എന്തായാലും 2500 രൂപയൊക്കെ വെച്ച് മാസം
വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന പദ്ധതിയും അന്നഭാഗ്യ പദ്ധതിയും 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ പദ്ധതിയും അവർ നടപ്പാക്കാത്ത പദ്ധതി വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ച ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, അതാണ് നടപ്പാക്കാത്തത്. ബാക്കി 5-ൽ 4 ഇവിടെ നടപ്പാക്കി. ഞാൻ വിശദീകരിക്കുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് അറിയാം, വിശദീകരിക്കുന്നില്ല. പക്ഷെ അരുൺകുമാർ ഇവിടെ പറഞ്ഞത് കേരളത്തിലെ കാര്യങ്ങളിലെ കേന്ദ്ര ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ദേശീയ തലത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് BJP ഇതര ഗവൺമെന്റുകളെ ദ്രോഹിക്കുകയും അവർ BJP ചേർന്നാൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് അവർക്ക്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിലെ സ്ഥിതി എന്തുകൊണ്ട് ഇവിടെ ഏജൻസി വന്നു എന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഏജൻസി ഇപ്പോൾ ഇവിടെ വന്നതിന്റെ കാരണവും നമുക്കറിയാം. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അത് വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ധനമന്ത്രിമാര്, മുൻ ധനമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും ഇവിടെ കിട്ടാനുള്ള കേന്ദ്രത്തിന്റെ പണത്തെ കുറിച്ച് പറയുന്ന വ്യത്യസ്തമായ സംഖ്യ, അത് VD സതീശൻ മിനിഞ്ഞാന്ന് വ്യക്തമായിട്ട് അസംബ്ലി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. 56,000 കോടി രൂപ, ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി 70,000 കോടി രൂപ എന്ന് ഒരു നവകേരള സദസ്സിന്റെ യോഗത്തിൽ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ, ഉപനേതാവിനെ വിളിച്ചു, ചർച്ച ചെയ്തു. അവർ ആ കാര്യത്തിൽ തീരുമാനമെടുത്ത് പറഞ്ഞു. എന്താണ് ഈ പ്രതിപക്ഷ നേതാക്കൾ അന്ന് പറഞ്ഞതെന്ന് കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ CPM-ന്റെ അണികളോടെങ്കിലും പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ഈ പറയുന്ന തർക്കം കേന്ദ്ര സർക്കാരും BJPയുമാണ് പറയുന്നതെങ്കിലും മനസ്സിലാക്കാം. ഈ പറയുന്നത് കേരളത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷമാണെങ്കിൽ കേരളത്തിന് എന്ത് ഗുണമാണ് ഇവർ ഇതുവഴി ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങീ പറയുന്ന 57,000 കോടിയിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞതിൽ അങ്ങേക്ക് സംശയം. എന്നാൽ അതേസമയം കർണാടകം ഇപ്പോൾ പറയുന്ന 64,000 കോടിയിൽ നിങ്ങൾക്കാർക്ക് സംശയമില്ല. അതെന്തുകൊണ്ടാണ്? ഇതിനകത്ത് 1-2 കോടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതൊരു തർക്ക വിഷയമാക്കി കൊണ്ടുവന്ന് കേരളത്തെയും BJPക്കെതിരെയുള്ള സമരത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുന്നത് എന്തിനാണ്? കേരളത്തെക്കാൾ വലിയൊരു സംസ്ഥാനമായ കർണാടകത്തില് അവിടെ സാമ്പത്തിക ബാധ്യതയുള്ള 4 പദ്ധതികളാണ് നടപ്പാക്കിയത്. ഇവിടെ ഇവർ പറയുന്ന വാഗ്ദാനം നടപ്പാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ ശ്രീ പ്രേംകുമാർ. അവിടെയാണ് 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക. പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇല്ല ശ്രീ ലാലെ, അത് മനസ്സിലാക്കൂ. ഇവിടെ ഈ 3 മാസമായിട്ട് വന്നിരിക്കുന്ന ഒരു താൽക്കാലിക പ്രശ്നത്തെയാണ് താങ്കൾ ഈ പറയുന്നത്. അതുപോട്ടെ, ഇവിടെ 18 മാസം ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേരളവും ചെയ്ത കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലില്ലേ? ലൈഫിൽ കൊടുത്ത വീടുകളുടെ കാര്യം, നമ്മുടെ ദേശീയ പാതകളുടെ വികസനം, അതുപോലെ എത്രയെത്ര കാര്യങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പോലും കേരളത്തെ പിന്നോട്ട് വലിച്ച് പൈസ തരാതിരുന്നിട്ട്, കടം വാങ്ങിക്കാനുള്ള ലിമിറ്റ് വെട്ടിക്കുറച്ചിട്ട് കിട്ടാനുള്ള പൈസ തരാതിരുന്നിട്ട്, നമ്മൾ എടുത്ത കിഫ്ബി വഴിയൊക്കെ എടുത്ത കാര്യങ്ങളെയൊക്കെ കടപരിധിയിൽപ്പെടുത്തി നമ്മളെ വീണ്ടും ബുദ്ധിമുട്ടിച്ചിട്ട്, ഇതൊക്കെ ആർത്ത് ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ അല്ലേ കണ്ടത് എന്ന് CPM ചോദിക്കുമ്പോൾ ജനമത് വിലയിരുത്തില്ലേ? ജനത്തിന്റെ കാര്യമാണ് പറഞ്ഞ പെൻഷൻ കിട്ടാത്തത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ ലാൽ ഇടപെട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഈ കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഞാനീ പറയുന്നത് കൈരളിയുടെ പ്രേക്ഷകരെന്നാലും കേൾക്കുന്നുണ്ടല്ലോ, അവർ കേരളത്തിലെ ജനങ്ങളാണല്ലോ, അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് ഇവിടെ പ്രധാനമന്ത്രി 2 തവണ വന്നു, ഇവിടെ കേന്ദ്ര ധനമന്ത്രി 1 തവണ വന്നു. ഇവർക്കൊന്നും ഒരു നിവേദനം കേരള ഗവൺമെന്റ് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. പിന്നെ GST കുടിശ്ശിയുടെ കാര്യമൊന്നും ഞാൻ അവിടെ വിളമ്പുന്നില്ല, പറയുന്നില്ല. ഡോക്ടർ ഇവിടെ അരുൺകുമാർ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. BJP വിരുദ്ധതയുടെ കാര്യത്തിലൊക്കെ ഉള്ളത് രാഷ്ട്രീയമാണ്, അതോടെ നിൽക്കട്ടെ, നമുക്ക് 2 കൂട്ടർ അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ പെൻഷൻ പദ്ധതിയെ കുറിച്ച് ഇപ്പോൾ ലാൽ സൂചിപ്പിച്ചൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. 18 മാസത്തെ കുടിശ്ശിക എന്നൊരു നുണപ്രചരണം നടത്തിയപ്പോൾ ആ നുണപ്രചരണത്തെ പിരിക്കണമെന്ന് പോലും വ്യക്തമായിട്ട് നിയമസഭയിൽ പറഞ്ഞത് ധനമന്ത്രികളൊക്കെ സമ്മതിച്ചതാണ്. ഇനി അത് മാത്രമല്ല, ഒരു ചാനല് ഈ കാര്യം 18 മാസത്തെ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ പ്രമുഖനായ എഡിറ്റർ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നടക്കം പറഞ്ഞാണ്. പേര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ പറയേണ്ട, ഇവിടെ കാര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മൾ പറയുന്നത് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകും. പക്ഷെ പ്രതിപക്ഷം ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ തൂർത്ത് നിർത്തൂ. 2, യഥാർത്ഥ വസ്തുത പറയൂ. ഈ 2 കാര്യങ്ങൾ പറയുന്നില്ല ശ്രീ അരുൺകുമാർ. അത് പറയാനാണ് ഇക്കാര്യത്തിൽ എന്ത് ഉറപ്പാണ്? ഈ കാരണങ്ങൾ കൊണ്ടാണ്
കൃത്യമായി BJP എതിർക്കാത്തത്, കേന്ദ്ര സർക്കാരിന് വിഷമമുള്ള ഒരു കാര്യം ചെയ്യാത്തത്, നിയമസഭയിൽ പോലും ഒരു അവസരം കിട്ടിയിട്ട് കേന്ദ്രത്തിനെതിരെ ഒരു കൈ ഉയർത്തി പ്രമേയം പാസ്സാക്കാൻ നിൽക്കാത്തത് എന്നൊക്കെയുള്ള ഒരു കാര്യം എങ്ങനെയാണ് വിശ്വസിക്കുക? ഇതുവരെ ഒരു കാര്യവും കേന്ദ്രത്തിനെതിരെ ഒരു സമരവും ചെയ്യാത്ത കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് എങ്ങനെ വിശ്വസിക്കും? ശ്രീ ലാലെ, കേരളത്തിലൊരു ഗവൺമെന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. UDF-നോട് പ്രതിപക്ഷത്തിരിക്കാൻ അവർ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തെറ്റായ വഴിക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നാടിന് തെറ്റായ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? അതെ, 2 തവണ അവിടെ ഇരിക്കാൻ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞു. ഹലോ, അതെ, പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ആ വാചകം തന്നെ എടുത്തോളൂ. പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞു. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുഖമാണ്. കാരണം പൊതുജനത്തിന് പ്രത്യേകിച്ച് മുഖമില്ല, അവരുടെ മുഖമാണ് കേരളത്തിലെ UDF പ്രതിപക്ഷം. അതുകൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. അപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ പാർട്ടി പറയുന്നത് എന്താണ്? BJP-ക്കെതിരെ സമരം ചെയ്യുന്നില്ല. നമ്മൾ പലവട്ടം രാഷ്ട്രീയക്കാർ പറഞ്ഞാണ്, ഞാൻ പക്ഷെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ ഇവിടെ പറയേണ്ടി വരികയാണ്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരെ പരാമർശം നടത്താത്ത ഏക മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയൻ എന്നാണ്. അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഡൽഹിയിലെ AKG ഭവന് നേരെ RSSകാർ കല്ലെറിഞ്ഞ ഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രകടനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാത്ത ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ പേര് ശ്രീ പിണറായി വിജയൻ. പ്രധാനമന്ത്രിക്കെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാനാണ് ഫെബ്രുവരി 8 മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ആഭ്യന്തരമന്ത്രിയെ കണക്കറ്റ് അദ്ദേഹം വിമർശിച്ച ഘട്ടങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ഓർമ്മയിൽ കൃത്യമായി ആ വാക്കുകളൊക്കെ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതൊക്കെ താങ്കൾ എന്തിനാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സിദ്ധരാമയ്യ എന്താണ് ബാംഗ്ലൂരിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഏത് രീതിയിലാണ് വരവേറ്റത് എന്നതും താങ്കൾക്ക് വിശദീകരിക്കാൻ സാധിക്കുമല്ലോ. ഈ കാര്യങ്ങളൊക്കെ നിവേദനം അവിടെ എഴുതി കൊടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നിട്ട് പിന്നെ എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ 7-ാം തീയതി പോയി ഡൽഹിയിൽ പോയി ഇരിക്കുന്നത്? അവിടെ ബാംഗ്ലൂരിൽ റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി ഇതേപോലെ കൊച്ചിയിലെ പോലെ വന്നതാണല്ലോ. ശ്രീ ലാലെ, പ്രധാനമന്ത്രി അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ടാണ് റോഡ് ഷോ നടത്തിയത്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിച്ചതിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അതിന് നിവേദനം കൊടുത്തില്ല. കേരളത്തിലെ കഴുത്ത് ഞെരുക്കുന്നു എന്ന് ചാനലുകളിൽ വന്ന് പറയുമ്പോൾ ശ്രീ അരുൺകുമാറിന്റെ പാർട്ടി പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ശ്രീ പിണറായി വിജയൻ അതേ ദിവസം ചീത്ത പറയണമെന്നല്ല പറഞ്ഞത്. നമ്മൾ ഫാക്സും ഇമെയിലും അയച്ചിരിക്കാതെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്താണ് ചെയ്യേണ്ടത്? സിദ്ധരാമയ്യ എന്താണ് ചെയ്തത്? അതൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് പിണറായിയോട് ചോദിക്കാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് ചോദിക്കാമല്ലോ. എന്താണ് സിദ്ധരാമയ്യ ചെയ്തത് ഇതിനകം? തീർച്ചയായിട്ടും ആ ചോദ്യം നല്ല ചോദ്യമാണ്. സിദ്ധരാമയ്യയുടെ ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ അവിടുത്തെ BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉപമുഖ്യമന്ത്രിയെ കൊടുക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിലെ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസിദ്ധ ഒരു സംവിധാനത്തിന്റെ പേരിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് കേന്ദ്രം ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേന്ദ്രം തടഞ്ഞു വെച്ച ധനത്തിനായി സമരം ചെയ്യുന്നത്. ഇവിടെ കേരള മുഖ്യമന്ത്രിക്കെതിരെ എനിക്ക് മനസ്സിലായില്ല. അതായത് സിദ്ധരാമയ്യ എന്താണ് ഒരു സമരം എന്നുള്ള നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു നിവേദനം എന്നുള്ള നിലയ്ക്കോ കേന്ദ്ര സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നടക്കാതെ പോയ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? അതെന്താണ്? എന്റെ ശ്രീ ലാലെ, ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടും രാമായണത്തിലെ കഥാപാത്രങ്ങൾ ആരാൻ ചോദിക്കരുത്. കർണാടക ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലെ അല്ല. അവിടെ BJP-യും കേരളത്തിലെ മുന്നണി ഗവൺമെന്റിനുള്ള ജനതാദൾ എസ് അവിടെ BJP-ക്കൊപ്പമാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പമാണ്. ആ ജനതാദൾ എസിന്റെ നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതൊക്കെ നിസ്സാര കാര്യമല്ല. നിങ്ങൾ അതാണോ ഏറ്റവും വലിയ പ്രശ്നം? അതോ CPM-നെ കേരളത്തിൽ ഒരു ആകെപ്പാടെ ഒരു തുരുത്തായി നിൽക്കുന്ന കേരളത്തിൽ പോലും ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയും BJP-യും നടത്തുന്ന വലിയ ശ്രമങ്ങളാണ്? ഒരു സർക്കാരിനെ തന്നെ ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതാണോ ഏറ്റവും വലിയ കാഴ്ച? താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ അരുൺകുമാർ താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത് കർണാടകത്തിലെ കോൺഗ്രസും
അവിടുത്തെ സർക്കാരും അനുഭവിക്കുന്ന വല്ലാത്ത ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അത് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ ഡൽഹിയിലേക്ക് പോകുന്നത്. അതുപോലെ എന്തുണ്ട് ഇവിടെ? ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ LDF സർക്കാർ അങ്ങനെ എന്ത് ദുരിതം ഇവിടെ അനുഭവിക്കുന്നുണ്ട്? അത് മനസ്സിലാക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നാണ്. മിസ്റ്റർ ലാല്, ഇന്ന് UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരും ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. ഇന്ന് പത്രമാധ്യമങ്ങൾ ഇവരെ തെരഞ്ഞു പിടിച്ച് ചെന്നു. ഇവരെല്ലാം ഒളിവിലാണ്. കാരണം കർണാടകത്തിൽ നിന്ന് സമരത്തിന് പോകുന്ന വാർത്ത, അതും പ്രത്യേകിച്ച് 7-ാം തീയതി തന്നെ കേരളം പ്രഖ്യാപിച്ച സമരത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ സമരത്തിന് പോകുന്ന വാർത്ത വന്നപ്പോൾ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ശ്രീ N. ശ്രീകുമാർ ചാനലിൽ വന്ന് ന്യായീകരിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തുന്നു എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും. ഇപ്പോൾ നമുക്കിവിടെ അറിയാം, ഇപ്പോൾ ഇവിടെ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചു, കേരളം ഇന്ത് ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അയോധ്യ വിഷയം വന്നു. അവിടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കുന്ന വിഷയം വന്നപ്പോൾ ഏറ്റവും ആദ്യം തന്നെ CPM നിലപാട് പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. ശരിക്കും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സാഹചര്യത്തോട് യോജിപ്പില്ല. 10 ദിവസം കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്. അതുപോലെ ഇവിടെ കേന്ദ്ര നയത്തിനെതിരെ നമ്മൾ സമരം പ്രഖ്യാപിക്കുമ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അതിനെതിരെ വിമുഖമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചത്. ഏതായാലും കർണാടകത്തിലെ കോൺഗ്രസ് അത് തിരിച്ചറിഞ്ഞ് സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് സ്വാഗതാർഹം തന്നെയാണ്. ഇപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യം 2 വർഷത്തിലധികമാണ് നമ്മൾ കാത്തിരുന്നത് ബില്ലുകൾ നിയമമാക്കാൻ. ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിലുള്ള നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് മേൽ 2 വർഷത്തിലധികം ഗവർണർ അടയിരുന്നപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞേ? തീ കൊണ്ട് തലചൊറിയരുത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കാൾ മുകളിലല്ല ഗവർണർമാർ എന്ന് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുതെന്ന് പറഞ്ഞ് തീ കൊണ്ട് തലചൊറിയരുതെന്ന് പറഞ്ഞ് ഗവർണറെ കൃത്യമായി കൈകാര്യം ചെയ്തപ്പോൾ ആ ഒപ്പിടാനും രാഷ്ട്രപതിക്ക് അയക്കാനും എല്ലാം ഗവർണർ തീരുമാനമെടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ 2 വർഷമാണ് നമ്മൾ കാത്തിരുന്നത് പരമാവധി ക്ഷമയോടെ. അതിനുശേഷം സാമ്പത്തികമായിട്ടുള്ള ഈ ഇടപെടലിൻ്റെ ഭാഗമാണ് തകർക്കുന്ന നയം നടപ്പാക്കിയപ്പോഴോ പരമാവധി ക്ഷമിച്ചു, പരമാവധി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇവിടെ പറഞ്ഞു നിവേദനം കൊടുത്തില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. എത്ര നിവേദനം കൊടുത്തു? നിങ്ങൾ കോൺഗ്രസിൻ്റെ MPമാർ ഒന്നും ചെയ്തില്ല. MPമാരുടെ യോഗം വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അങ്ങ് ഡൽഹിയിൽ ചെന്ന് അങ്ങ് മലമറച്ചേക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇളമരം കരീം അടക്കമുള്ള MPമാർ നിവേദനം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ MPമാരെ വിളിച്ചപ്പോൾ ഒരാൾ പോലും പ്രതികരിച്ചില്ല. 4.25 വർഷമായി ഇന്ത്യയുടെ പാർലമെന്റിൽ ആകെ ശബ്ദമുയർത്തിയത് സിൽവർ ലൈൻ വേണ്ട എന്ന് പറഞ്ഞു മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് കർണാടകത്തിലെ കോൺഗ്രസ് പറയുന്നത്. 28-ൽ 27 MPമാരും BJP-ക്കാരാണ്. അവർ കർണാടകത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്രം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി ഏതൊക്കെ ഹെഡിലാണ് കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്, എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗമായി, കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമായി കേരളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും കടമെടുക്കാനുള്ള തോത് ഇവിടെ GDP-യുടെ 3%. കേന്ദ്രം ഇപ്പോൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നത് GDP-യുടെ 6.8%. ഈ കേന്ദ്രം അധികാരത്തിൽ വരുമ്പോൾ, BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 51 ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടം. എന്നാൽ ഇന്ന് അത് 205 ലക്ഷം കോടിയിലധികമായി കേരളത്തിന്റെ കടം, രാജ്യത്തിന്റെ കടം 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം 3% കടം എന്നുള്ളത് 4.5% ഉയർത്തിക്കൊടുക്കുമ്പോൾ കേരളത്തിന്റെ കടമെടുക്കാനുള്ള തോത് അത് 2.5% വെട്ടിക്കുറച്ചു. അതിനൊരു ന്യായീകരണം പറഞ്ഞു. കിഫ്ബി എടുക്കുന്ന ലോണും പെൻഷൻ ഫണ്ട് ബോർഡും എടുക്കുന്ന കടം നിങ്ങളുടെ അക്കൗണ്ടിൽ കൂട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കിഫ്ബിയുടെ മോഡലിൽ 19 സംസ്ഥാനങ്ങളിൽ ഇതേ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ബഡ്ജറ്റിന് പുറത്ത് സാമ്പത്തികമായി പണം കണ്ടെത്തുന്ന ഏജൻസികൾ. അവിടെയൊന്നും ഈ നിബന്ധനയില്ല. ദേശീയപാത അതോറിറ്റി, അവിടെ 12 ലക്ഷം കോടി രൂപയാണ് അവരുടെ കടം. ആ ദേശീയപാത അതോറിറ്റിയുടെ കടത്തെ കേന്ദ്രത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് കേരളത്തിന് മാത്രമാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ച് നമ്മൾ സമരം ചെയ്യാൻ തയ്യാറെടുത്തപ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ, അതായത് മുൻകാലങ്ങളിൽ കിഫ്ബി എടുത്ത, പെൻഷൻ ഫണ്ട് ബോർഡ് എടുത്ത കടം വരെ ഈ കേരളത്തിന്റെ കടത്തിന്റെ തോതിൽ ഉൾപ്പെടുത്തി കടം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുക. നമ്മൾ എന്താ പറയുന്നത്? റിസർവ് ബാങ്ക് ഗ്യാരണ്ടി നിന്നാൽ മതി, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം മതി. ഈ കടമെല്ലാം തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഈ കേരളത്തിനുണ്ട്. കടത്തിന്റെ കാര്യത്തിൽ കേരളം ഈ രാജ്യത്ത് 9ാം സ്ഥാനത്താണ്. കേരളത്തെക്കാൾ കൂടുതൽ കടമുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമല്ലേ? ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ജനങ്ങളെല്ലാം സമരസജ്ജരായി രംഗത്തിറങ്ങുമ്പോൾ
ഇവിടെ കോൺഗ്രസ് മാത്രം വിമുഖത കാണിക്കുക. ഇപ്പൊ ജലമെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവർ സഹകരിച്ചില്ല. ഇന്ത്യയിൽ ആകെ ജലമെട്രോ ഉള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. AI ക്യാമറ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഒപ്പിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അവിടെ കോൺഗ്രസ് സഹകരിച്ചില്ല. അതായത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോട് ഒന്നും ഇവർ സഹകരിക്കുന്നില്ല. ഇവർ വിമുഖത കാണിക്കുകയാണ്. കാരണം ഇപ്പോഴും ഭരണ തുടർച്ചയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അധികാരമില്ലാത്ത ഖദർ എന്ന് പറഞ്ഞാൽ പഴയ ചാക്കിന് തുല്യമാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, കേരളത്തെ അങ്ങ് തകർക്കുക. ആ പ്രളയത്തിന്റെ ദുരന്ത സമയത്ത് സർക്കാർ ജീവനക്കാരോട് 4 ദിവസത്തെ ശമ്പളം കടമായി തരണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഉത്തരവ് കത്തിച്ചുകൊണ്ടുപോയ കോൺഗ്രസ് സംഘടനാ നേതാക്കന്മാരെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ശ്രീ N. ശ്രീകുമാർ പറഞ്ഞല്ലോ 18 മാസം പെൻഷൻ കുടിശ്ശിക കോൺഗ്രസിന് വന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവെന്ന്. ആർക്കാണ് ബോധ്യപ്പെട്ടത്? ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. മിസ്റ്റർ ലാലിന്റെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. എന്താണ് ആ 18 മാസത്തെ ശമ്പള കുടിശ്ശികയും LDF സർക്കാർ 2016 മെയ് മാസം അധികാരത്തിൽ വന്നിട്ട് ആദ്യം 4 മാസം 1000 രൂപ വീതം കൊടുത്ത തുകയും 2016 സെപ്റ്റംബറിലേക്ക് ഓണക്കാലത്ത് അഡ്വാൻസ് ആയി കൊടുത്ത തുകയടക്കം 15,000 രൂപ ഈ കേരളത്തിലെ സാധാരണക്കാർ കൈപ്പറ്റിയ തുകയുടെ റെസിപ്റ്റ് ഞാൻ ശ്രീ N. ശ്രീകുമാറിന് അയച്ചിട്ടുണ്ട്, ലാലിന് അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കണം. കുടിശ്ശികയില്ലെങ്കിൽ പിന്നെ 15,000 രൂപ ഗവൺമെന്റ് വിതരണം ചെയ്യുമോ? അത് കൈപ്പറ്റിയ പാവപ്പെട്ട അമ്മമാരുടെ ആ റിസീപ്റ്റാണ് ഞാൻ അയച്ചിരിക്കുന്നത്. ഇപ്പോഴും നുണപ്രചരണവുമായി കോൺഗ്രസ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. ആ തെറ്റിദ്ധരിപ്പിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നേട്ടം ഉണ്ടാക്കണം എന്ന ലക്ഷ്യമാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. N. ശ്രീകുമാർ പറഞ്ഞല്ലോ കർണാടകത്തിൽ 4 കാര്യങ്ങൾ ചെയ്തു, 5-ൽ 4. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു. 600-ൽ 600 കാര്യങ്ങളും പൂർത്തീകരിച്ച് അത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. അതിൽ 729 കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നേറുകയാണെന്ന് ഈ കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി ഇറക്കിയ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും നിയമപരമായ പോരാട്ടം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 13-ാം തീയതി കേസെടുക്കുകയാണ്. ഈ ഭരണഘടനയെ ഫെഡറലിസത്തെ തകർക്കുന്ന നയം സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാപരമായി ഏറ്റവും ശക്ത രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ഡൽഹിയിൽ പോയി നടത്തി. മറ്റ് മുഖ്യമന്ത്രിമാരെയും സഹകരിക്കാവുന്ന ഈ ഇന്ത്യ മുന്നണിയിലെ ബാക്കി 28 കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കോൺഗ്രസിന് ഇനിയും നയം തിരുത്താം, കോൺഗ്രസിന് ഇനിയും സഹകരിക്കാം. കർണാടകത്തിലെ കോൺഗ്രസ് അടക്കം മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ സഹകരിച്ചു വന്നാൽ അതുവരെ മുടക്കാൻ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു ഫെഡറൽ രാജ്യമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇന്ത്യ എന്നാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ അഥവാ ഭാരത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്സിന്റെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമില്ല എന്ന് നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഞങ്ങൾ സ്ഥാപിക്കും. അതിൽ സംശയമില്ല. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വിമുഖത മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയെ പോലെയോ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇല്ലാത്തൊരു നിലപാട് ഇവിടെ എടുക്കുന്നത് എന്നത് എല്ലാവരെയും ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവിടെ സമരമൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു പേര് കേൾക്കുന്നുണ്ട്, സമരാഗ്നി എന്നൊരു പേര് കേൾക്കുന്നുണ്ട്. അടുത്ത 2 ആഴ്ചകളിലൊക്കെ വരാൻ പോകുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. സമരം എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. അടുത്തത് അതുപോലെ കേരളത്തിനെതിരെ നിന്നു കഴിഞ്ഞാൽ ലാഭം അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്ന ചില ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ പോലും ചില ആരോപണങ്ങൾ നിയമസഭയിലെ ഫ്ലോറിൽ പോലും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിനെതിരെ നിൽക്കുന്നതിന് എന്താണ് കാരണം എന്നത് ഇത്രയും ജനദ്രോഹപരമായി ജനങ്ങൾ സമരം ചെയ്യുമ്പോഴും ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്, കോൺഗ്രസ്സുകാർ പോലും സമരം ചെയ്യുമ്പോൾ പോലും അങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് താങ്കൾ കാണുന്നത്? ഇല്ലല്ലോ, കോൺഗ്രസ്സുകാർ സമരവും ചെയ്യുന്നില്ലെന്നേ. അതായത് LDF സർക്കാരിനെതിരെ ശക്തമായിട്ട് ബഹുജന പിന്തുണയോടെ ഒരു സമരം കോൺഗ്രസ്സുകാർ ചെയ്ത് കണ്ടിരുന്നുവെങ്കിൽ, ഒരു സമരം, അതായത് വെറുതെ പോലീസിന്റെ വണ്ടിക്ക് കല്ലെടുത്തെറിയലല്ല, വണ്ടിന്റെ മുന്നിൽ ചാടലല്ലാതെ ഒരു പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തോടെ ഒരു സമരം കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിച്ചേനെ. നവകേരള സദസ്സിന് സമാന്തരമായിട്ട് അതിന്റെ തൊട്ടുപിറകിൽ തന്നെ കുറ്റവിചാരണ സദസ്സ് എന്ന് പറഞ്ഞ സാധനം പേര് പ്രഖ്യാപിച്ചിരുന്നതാണ്. കുറച്ചിടങ്ങളിൽ നടന്നു, കുറച്ചിടങ്ങളിൽ സ്റ്റേജിൽ അടിയായി, കുറച്ചിടങ്ങളിൽ സ്റ്റേജിൽ വാളില്ല, സദസ്സിൽ വാളില്ലാതായി. അതിനുശേഷം അത് പിൻവലിച്ചിട്ട് പിന്നെ പ്രഖ്യാപിച്ചതാണ് സമരാഗ്നി. അത് കഴിയേണ്ട സമയം കഴിഞ്ഞു സർ. അതായത് ഡിസംബർ 16-നായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. 16-ാം തീയതി ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
ആ പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം ഇത് തിരുവനന്തപുരത്ത് എത്തി സമാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പിന്നെയും സമരാഗ്നി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു സമരം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ 2-2.5 കൊല്ലമായിട്ട് KPCCയുടെ പുനഃസംഘടന കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഇവർക്ക് ശേഷിയില്ല എന്നുള്ളതാണ്. ഒരു യൂത്ത് കോൺഗ്രസ് പോലുള്ള ഒരു സംഘടനയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും അവരുടെ ഉള്ളിൽ പറയുന്ന നിയമം അനുസരിച്ച് നടത്താൻ പറ്റുന്നില്ല. അവരുടെ നേതാക്കന്മാരെ അവരെ ഏൽപ്പിച്ച സർവൈലൻസ് കമ്മിറ്റിയെ ഫുൾ പ്രൂഫായിട്ട് ഇലക്ഷൻ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേസപ്പെട്ടിരിക്കുകയാണ് ഈ ആളുകൾ. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. പക്ഷെ ഒരു കാര്യം ശ്രീകുമാർ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്, കർണാടകയിലെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ പോലെയല്ല. അവിടുത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുകയാണ് BJP എന്നുള്ളത്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നുണ്ട് BJP, NDA, അമിത്ഷാ എന്നുള്ളത് സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോഴെങ്കിലും ഇവർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ള വലിയ കാര്യം. പക്ഷെ കേരളത്തിൽ അത് ഇന്നേ വരെ നടന്നിട്ടില്ല. കർണാടക എന്നല്ല, തെലങ്കാനയിലും ആന്ധ്രയിലും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലായിടത്തും അവരുടെ MLA-മാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾ വിശ്വാസത്തോടെ കോൺഗ്രസിന്റെ ആളുകളെ MLA-മാരാക്കും. പക്ഷെ ആ MLA-മാരെ കോൺഗ്രസിന് വിശ്വാസമില്ല, മുറിയിൽ അടച്ചിട്ട് പൂട്ടിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു, ബീഹാറിൽ 5-8 കോൺഗ്രസ് MLA-മാരെ കാണാനില്ല എന്ന്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കാണാനില്ല എന്നാണ്. അതിന്റെ ട്രോള് വന്നിരുന്നു. കിട്ടുന്നില്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കേൾക്കാനില്ല എന്നല്ലേ പറയേണ്ടത്, ഇല്ലെന്നല്ലല്ലോ. കർണാടകത്തിലെ കാര്യം വലിയ കഷ്ടമാണ്. ഇന്നലെ BJP ആയിരുന്നാൽ ഇന്ന് കോൺഗ്രസ് ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും BJP ആവും. BJP ആകുമ്പോൾ അയ്യോ പോയി എന്ന് പറഞ്ഞാൽ അയാളെ തെറി പറയും. BJP തിരിച്ച് പിറ്റന്നാൾ ഇങ്ങോട്ട് വരും. കോൺഗ്രസും BJP തമ്മിൽ ഏത് പാർട്ടി എപ്പോൾ രാവിലെ വൈകുന്നേരം എന്നുള്ള പോലെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന കൃത്യമായ ഒരു ഇടതുപക്ഷ ബോധ്യമുണ്ട്, ഇടതുപക്ഷ നിലപാടുകളുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിനും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വരേക്കും ഒരു കോൺഗ്രസ് MLA പോലും, ഒരു കോൺഗ്രസ് MP പോലും പൂർണ്ണമായും കോൺഗ്രസ് വിട്ട് BJP-യിൽ കയറിയിട്ടില്ലാത്തത്. സിറ്റിംഗ് MLA-യുടെയും MP-യുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാലും കുറെ ആളുകൾ നിങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ മത്സരിച്ച രഘുനാഥും അതേ ദിവസം തന്നെയാണ് ഇവരുടെ കഴിഞ്ഞ ഇലക്ഷനിലെ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ ഉയർത്തിക്കരുന്ന മേജർ രവിയും ഒരേ ദിവസം BJP-യിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ UDF മിനിസ്ട്രിയിലെ ചീഫ് വിപ്പ് PC ജോർജ് എന്ന് പറഞ്ഞ കക്ഷി കഴിഞ്ഞ ദിവസമാണ് BJP ചേർന്നത്. AK ആന്റണിയുടെ മകന്റെ കാര്യം പോട്ടെ, ടോം വടക്കൻ മലയാളിയായിരുന്നു, ഗംഭീര എന്താ പറയുക വക്താവായിരുന്നു. ഇപ്പൊ അദ്ദേഹം എവിടെയാണെന്ന് നമുക്കറിയാം. ഇതേവരെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ ഒന്നും ഈ എന്താ പറയാ കുതിര കച്ചവടത്തിലൂടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ തൊട്ടടുത്ത് തന്നെ അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ഭീതിയോടെ അറിയുന്ന കാര്യം. അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത് സംസ്ഥാനങ്ങളോടുള്ള അവഗണനയുടെ കാര്യത്തിലായിരുന്നാലും ശരി, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്നതിലായിരുന്നാലും ശരി, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നതിന് ശേഷം ഗ്യാൻ വ്യാപിയിൽ എന്താ പറയാ ക്ഷേത്ര പൂജകൾ തുടങ്ങുന്നിടത്ത് താജ്മഹലിന്റെ ഉള്ളിൽ ഉറൂസ് നടക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന സമയത്തൊക്കെ വളരെ സോഫ്റ്റായ ഹിന്ദു നിലപാടുകൾ എടുത്തുകൊണ്ട് സംഘപരിവാറിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ കൊടുക്കൽ വാങ്ങൽ ഏതാണ് കോൺഗ്രസ് ഏതാണ് BJP എന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കേരളത്തിൻ്റെതായിരുന്നാലും ദേശീയ തലത്തിലുള്ളതായിരുന്നാലും കൃത്യമായ നിലപാടുകൾ എടുത്ത് സൂക്ഷിക്കാൻ പറ്റാത്തത്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് കൃത്യമായ നിലപാടെടുക്കും. ഇവിടെ പ്രതിപക്ഷത്താണെന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഭരണത്തിൽ കയറുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇവർ ഭരണത്തിൽ നിന്നും ആളുകളുടെ സപ്പോർട്ടിൽ നിന്നും പിന്നെയും ദൂരത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് മാറ്റി പറയുക, നിലപാടില്ലാതെ പറയുക, കളവ് പറയുക എന്നൊക്കെ ഉള്ളത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ഇതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയുന്ന കാര്യമാണ്. നരേന്ദ്രമോദി കൊച്ചിയിൽ വന്നപ്പോൾ പിണറായി വിജയൻ ഹാൻഡ് ഷേക്ക് ചെയ്തു. വലിയ ക്യാമ്പയിനായിട്ട് നടത്തിയതാണ്. അതാ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സൈബർ സ്പേസിൽ മുഴുവൻ വരുന്നു. ഉമ്മൻചാണ്ടി എങ്ങനെയാണ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചിരുന്നത്, രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഹാൻഡ് ഷേക്ക് ചെയ്തിരുന്നത്, സോണിയാഗാന്ധി എങ്ങനെയാണ് സ്വീകരിച്ചത്, ഇവരുടെ ഖാർക്കെ എങ്ങനെയാണ്, DK ശിവകുമാർ എങ്ങനെയാണ്. ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമല്ലേ അതത് മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് ലെവലിലെ ലീഡേഴ്സ് പരസ്പരം ഹസ്തദാനം ചെയ്യുന്നതും ചിരിക്കുന്നതും ഒക്കെ. അല്ലാതെ മോഡി വരുമ്പോൾ പിണറായി വിജയൻ കത്തിയെടുത്തിട്ട് അവഗണനയുണ്ട് ഇപ്പൊ സമാധാനം പറയണമെന്ന് തല്ല എന്നുള്ളതാണോ? എന്ത് പോഴത്തരമാണ് ഈ കൊങ്ങി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയുന്ന കാര്യമാണ് ഇവര് വലിയ കാര്യമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ പറയുന്നത്. ഇത് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അത് ഏറ്റവും വലിയ ദുര്യോഗം. ശ്രീകുമാർ, ഇതിപ്പോ ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് സ്വന്തം നിലനിൽപ്പ് അവതാളത്തിലാകുമോ എന്ന് പേടിച്ച് കോൺഗ്രസിൻ്റെ ഭാവി എന്താകും
എന്നൊക്കെ സതീശനും സുധാകരനും ഒക്കെ പേടിക്കുന്നത് വഴി പിണറായി വിജയനെ പിന്തുണച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ അദ്ദേഹം കൂടുതൽ ജനപ്രിയനായി മാറുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വഴി കേരള വിരുദ്ധരായി മാറുന്നു എന്നൊരു സത്യം കൂടിയുണ്ട്. ഡോക്ടർ ലാലെ തമാശ പറയല്ലേ? അതായത് ശ്രീ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന കേരളത്തിൽ ആരാണ്? പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടല്ലേ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം മറന്നുപോയത്? ഒരു അനവധി കഥകൾക്ക് പ്രതിരോധം തീർക്കലല്ലേ പാർട്ടിയുടെ കുറെ കാലത്തെ പണി. ഇന്നലെ കേന്ദ്രത്തിന്റെ കാര്യത്തില് ഒരു പ്രമേയം പാസ്സാക്കിയപ്പോൾ പ്രതിപക്ഷം നേരത്തെ ഇറങ്ങിപ്പോയി എന്നാണ് ഇന്ന് CPM-ന്റെ ആരോപണം. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി സഭയിലില്ല. അതാണ് അതിന്റെ പ്രശ്നം. അവിടെ നിൽക്കട്ടെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ശ്രീ അരുൺകുമാർ അദ്ദേഹം എനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചത് ഇപ്പൊ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഫോണിലാണ്. ഇല്ല, അത് എനിക്ക് തന്നിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ ആ തെളിവുണ്ട്. അദ്ദേഹം അയച്ചു തന്നിരിക്കുന്ന ആ 2 റെസിപ്റ്റുകളിലും 15,000 രൂപ വെച്ച് വാങ്ങിയിരിക്കുകയാണ് ആ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ട ആളുകൾ. ആ കുടിശ്ശിക ചേർത്താണ് അത്രയും ആവുന്നത്. ലാലേ, അതവിടെ കയ്യിലിരിക്കട്ടെ, അത് കയ്യിലിരിക്കട്ടെ. ഞാൻ നുണയാന്നല്ലല്ലോ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്ന് PC വിഷ്ണുനാഥ് നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞതുണ്ട്. അത് കൈരളി ചാനലിലെടുത്ത് ശ്രീ അരുൺകുമാർ ഒന്ന് കേൾക്കണം. അതൊന്നാമത്തെ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, സെക്രട്ടേറിയറ്റിന് മുമ്പിലും ജില്ലാതലങ്ങളിലുമൊക്കെ UDF-ഉം കോൺഗ്രസും നടത്തിയ സമരങ്ങൾ കൈരളി ചാനലും CPM മുഖപത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറന്നു പോരുതെന്ന്. മറന്നെങ്കിൽ അതിനെനിക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷെ ആ സമരങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്, ആ സമരങ്ങളാണ് നമ്മുടെ ചോദ്യം. ഈ കാലഘട്ടത്തിന്റെ സമരം അതാണോ? നവകേരള സദസ്സിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഷൂസ് എറിയുക, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ ചാടി വീഴുക, കരിങ്കൊടി ഉയർത്തുക, വേറെ ചില തുണികൾ ഉയർത്തുക, ഇതൊക്കെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലല്ലോ വേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർക്കെതിരെ സമരം ചെയ്യുന്നു സിദ്ധരാമയ്യ പറഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന എന്റെ 2 മിനിറ്റ് ഞാൻ എന്ത് പറയാനാ? ഈ കരിങ്കൊടി സമരം CPM ഉപേക്ഷിച്ചതൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പ്രതിഷേധവും കരിങ്കൊടി സമരം ഒന്നും പാടില്ലെന്നും ചെടിച്ചട്ടിക്കൊണ്ട് തലക്കടിക്കണമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതൊക്കെ വേറെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോഴത്തെ കാര്യം നമ്മുടെ കേന്ദ്ര അവഗണനയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഭയക്കുന്നോ, VD സതീശൻ ഭയക്കുന്നോ? അഴിമതിയിൽ മുങ്ങിയ ഒരു ഗവൺമെന്റിനെ 2 ഉപതെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കല്ലേ ഡോക്ടർ ലാലെ? നിങ്ങൾ അപമാനിക്കരുത്. ഇവിടെ കേരള ഗവൺമെന്റിനെ പിന്തുണയ്ക്കും കോൺഗ്രസ്. ഡൽഹിയില് ശ്രീ അരുൺകുമാർ പറഞ്ഞല്ലോ, എളമരം കരിയും നിവേദനത്തിൽ ഒപ്പിട്ടില്ല. ശരിയാണ്. കാരണം അങ്ങനെ ഒപ്പിടാനുള്ള അല്ല 18 MP-മാരെ കേരളം തെരഞ്ഞെടുത്തത്. അകതി കണക്ക് വ്യക്തമാക്കട്ടെ, ദൂർത്ത് മാറ്റട്ടെ, അഴിമതി മാറ്റട്ടെ, അപ്പൊ ഒപ്പിടും. അതുവരെ ഒപ്പിടില്ല. അവർ നേരിട്ട് കാര്യങ്ങൾ 18 MP-മാരെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ N. ശ്രീകുമാർ, താങ്കൾ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഈ രാജ്യം രാജ്യമായി നിലനിൽക്കണമല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് നിലനിൽക്കണമല്ലോ. ഡോക്ടർ അംബേദ്കർ പറഞ്ഞില്ലേ, എത്ര മികച്ച ഭരണഘടന ഉണ്ടായിട്ടും അത് നടപ്പാക്കാൻ വരുന്നവർ മോശമാണെങ്കിൽ പിന്നെ അതുകൊണ്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും സംരക്ഷിക്കണം. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങളേ ഉള്ളൂ. പക്ഷേ ഏകീകൃത സിവിൽ കോഡും അതുപോലെ പൗരത്വ ഭേദഗതി നിയമവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന പേര് എടുത്തു കളയാനുള്ള BJP പ്രഖ്യാപിച്ച എല്ലാ നയങ്ങളും അവർ പ്രഖ്യാപിക്കാൻ ഈ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എല്ലാ ജനാധിപത്യ പോരാട്ടങ്ങളെയും ഈ രാജ്യത്തിന് അനുവദിക്കില്ല എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ എല്ലാ അജണ്ടയും പൂർത്തീകരിച്ചല്ലോ. അപ്പോൾ രാമക്ഷേത്രമായാലും കാശ്മീരിൻ്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞതായാലും ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിൻ്റെ ചർച്ചയും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് യോജിച്ച് നിൽക്കേണ്ട സമയമാണ്. ഇന്നിപ്പോൾ 3-ാം തീയതിയാണ്. 4, 5, 6, 7 4 ദിവസം കൊണ്ട് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ച സമരത്തിന് ഇനിയും കോൺഗ്രസിന് നയം മാറ്റാം. നിങ്ങൾക്ക് ഈ സമരത്തോട് യോജിക്കാം. നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യമല്ല ഇപ്പോൾ പുലർത്തേണ്ടത്, മറിച്ച് ഈ കേരളത്തെ നിലനിർത്താനുള്ള യോജിച്ച പോരാട്ടമാണ്. കേരളമുണ്ടെങ്കിൽ മാത്രമാണല്ലോ നിങ്ങൾ LDF-നും UDF-നും പരസ്പരം മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ഇവർക്ക് ഈ ഫെഡറലിസം തകർത്തുകൊണ്ട് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും തകർക്കാനാണ് ഉദ്ദേശം. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉപരോധം വരും നാളുകളിൽ കൂടുതൽ കടുത്ത രൂപത്തിലേക്ക് മാറും. അതുകൊണ്ട് കേരളം എന്ന വികാരത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതുകൊണ്ട് നയം തിരുത്തി ഈ സമരത്തോട് യോജിക്കാൻ നിങ്ങൾ തയ്യാറാകണം. കർണാടകത്തിലെ കോൺഗ്രസ് കാണിച്ച വിവേകമെങ്കിലും ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഡോക്ടർ പ്രേംകുമാർ, താങ്കളോടാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നയം മാറും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരു നയ സമീപനം എടുക്കാൻ സ്വീകരിക്കാനുള്ള യാതൊരുവിധ ശേഷിയും ജനപിന്തുണയോ സംഘടനാ ശേഷിയോ രാഷ്ട്രീയമായ ക്ലാരിറ്റിയോ കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് കാര്യം. അവരിപ്പോഴും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് ജയിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആളുകൾ നെഴുകിതിരി കത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന ചർച്ച ശ്രീകുമാർ അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ തന്നെ ജയിച്ചിട്ടുണ്ടല്ലോ, ആളുകൾ മരിച്ചപ്പോൾ ഒരിടത്ത് അയാളുടെ ഭാര്യയെയും ഒരിടത്ത് അയാളുടെ മകനെയും നിർത്തിയിട്ട് സഹതാപ വോട്ടിലൂടെ അവർ ആ സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവും പേടിക്കാനില്ല. ദിവസം എന്നുള്ള രീതിയിൽ രാജ്യത്തിന്റെ നാനാഭാഗത്ത് എത്ര ആളുകളാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എന്നുള്ള കാര്യം പോലും ഇവർക്കറിയില്ല എന്നുള്ളതാണ് സത്യം. കാൽ കീഴിലുള്ള മണ്ണ് അല്ല, സ്വയം തന്നെ ഒലിച്ചു പോകുന്ന കാര്യം കോൺഗ്രസ്സുകാർ അറിയുന്നില്ല. കോൺഗ്രസ്സുകാരെ ഇനിയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട. അതുകൊണ്ടാണ് ഈ സകല ബഹളങ്ങൾക്കിടയിലും ഇവരുടെ മുഖപത്രമായ മനോരമ നടത്തിയ സർവേ പോലും കേരളത്തില് LDF ഗവൺമെന്റും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും മുന്നിൽ നിൽക്കുന്നത്. BJPക്കെതിരെ ഇപ്പോൾ സമരം ചെയ്യാൻ പോലും കേരളത്തിലെ CPM മുൻകൈ എടുക്കേണ്ടി വന്നു. പിണറായി വിജയനും കൂട്ടരും 8-ാം തീയതി ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയവർക്ക് ഇപ്പോൾ കർണാടകത്തിൽ തങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും കൂട്ടരും ഡൽഹിയിലേക്ക് അതിനു മുൻപേ എത്തി സമരം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അത് കാണുമ്പോഴെങ്കിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി സന്ദേശം കൂടുതൽ ഉൾക്കൊണ്ട് പിണറായി വിജയനും കൂട്ടരും CPM-ഉം LDF-ഉം ഒക്കെ നടത്തുന്ന സമരത്തിലേക്ക് കോൺഗ്രസ് കൂടി സഹകരിക്കാൻ എത്തുമോ എന്നാണ് അറിയേണ്ടത്. കേരളത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യുമെന്ന് കേരളീയർ നോക്കി നിൽക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ N. ശ്രീകുമാർ, ഒപ്പം ഡോക്ടർ പ്രേംകുമാർ. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.